ஹலோ நமஸ்காரம். வாங்க உட்காருங்க. எப்படி இருக்கு? സൗഖ്യമാ? ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണത്. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു മൂഡ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോകുന്നില്ല. വല്ലാത്തൊരു ഫീല്. പഴയ കുറേ ഓർമ്മകളൊക്കെ ഉണ്ട്. ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ പെട്ടെന്ന് കളിക്കുകയാണ്. വല്ലാത്തൊരു കളിയാണ് കളിക്കുന്നത്. അതിന് ഒരുപാട് കളിക്കാൻ വിട്ടാൽ ശരിയാവില്ല. ആ സിനിമ ഏതാണെന്ന് ഞാൻ വഴിയേ പറയാം കേട്ടോ. സൂര്യയുടെ പടം തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഗസ് ചെയ്തിട്ട് പറ, കമൻറ്റ് ബോക്സിൽ പറ. എനിക്കെന്തോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം തോന്നി, അതുകൊണ്ട് വെറുതെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതിഗംഭീരമായ ഭീകരമായ വലിയ കോണ്ടൻ്റ് ഒന്നുമല്ല. നമ്മുടെ സൂര്യ, നടിപ്പിൻ നായകൻ സൂര്യ, പുള്ളീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്ട് ആവുകയായിരിക്കും, റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയായിരിക്കും. അല്ലാത്ത ആളുകൾക്ക് ഐ ഡോണ്ട് നോ. ഇന്ന് സൂര്യയുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് കാലത്ത് 10 മണിക്ക് കറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ ടീസർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ആ ടീസർ ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ളൊരു ടീസറായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ടീസർ റിയാക്ഷൻ ചെയ്ത സമയത്ത് ഞാൻ കൂടുതലൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ ടീസർ ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊന്നും ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടല്ല സംസാരിക്കാറുള്ളത്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിക്കോട്ടെ, പ്രതീക്ഷകളായിക്കോട്ടെ, ഞാനങ്ങോട്ട് ഓപ്പൺ അപ്പ് ആവും. പക്ഷേ ഈ സിനിമയുടെ കേസിൽ ഞാൻ അധികം മിണ്ടിയില്ല. അത് ഒരിക്കലും സൂര്യയോടുള്ളൊരു വിശ്വാസക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹക്കുറവ് കൊണ്ടോ ഒന്നുമല്ല. സൂര്യയോടൊക്കെ നമുക്ക് അന്നേ ഇന്നും സ്നേഹമാണ്. സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. ആരാധന എന്നുള്ളതിനെക്കാട്ടിലുപരി സ്നേഹം എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. പക്ഷേ സൂര്യയുടെ ഇപ്പോൾ ലാസ്റ്റ് വന്ന സിനിമകളുടെ അറിയാം നമുക്ക്. കങ്കുവയൊക്കെ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്തതാണ് പുള്ളി, ഒന്ന് ആലോചിച്ച് നോക്കി. എന്തോരം ടൈം പുള്ളി ഇൻവെസ്റ്റ് ചെയ്തു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, എന്തോരം എഫേർട്ട് ഇട്ടു, എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അറിയാം. ആസ് എ ഫാൻ നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ വല്ലാത്തൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ശിവയാണെന്ന് പോലും നമ്മൾ നോക്കിയിട്ടില്ല. സൂര്യ ഒറ്റ പേര്, ആ പേരിലാണ് ആ സിനിമയോടൊരു വിശ്വാസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ വന്ന സമയത്ത് തന്നെ ഞാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെയാണ് സംസാരിച്ചത്. പക്ഷെ പടം വന്ന സമയത്ത് ആകെ സങ്കടമാണ് വന്നത്. ദേഷ്യം, സങ്കടം ഒക്കെ കൂടി ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങി. വീണ്ടും പറയുന്നു സൂര്യയോടുള്ള വിരോധം കൊണ്ടോ ഒന്നുമില്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടുണ്ടാവുന്ന ഒരു നിരാശയും സങ്കടമാണ് ആക്ച്വലി തോന്നിയത്. അതിനുശേഷം റെട്രോയിലും പ്രതീക്ഷ വെച്ചു. കാരണം കാർത്തിക് സുബരാജ്, അയാളുടെ റേഞ്ച് നമുക്ക് അറിയാം. അപ്പോൾ പുള്ളി സൂര്യയ്ക്ക് ഗംഭീര കംബാക്ക് കൊടുക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ അതിലും വിശ്വാസം ആക്ച്വലി ഉണ്ടായിരുന്നു. ടീസർ ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു ആവേശത്തോട് കൂടിയിട്ടാണ് ചെയ്തത്. പക്ഷെ റെട്രോ വന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിരാശപ്പെടുത്തി. കങ്കുവയുടെ അത്ര ട്രോള് സൂര്യയ്ക്ക് ഇതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും മിക്സഡ് ഒപ്പീനിയനൊക്കെയാണ് ആ സിനിമയ്ക്കും വന്നത്. അത് പോരല്ലോ, ഒരു ഗംഭീര കംബാക്ക് അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് സൂര്യയുടെ. അപ്പോൾ അത് കിട്ടാതെ വെറുതെ മിക്സ് വന്നിട്ട് നമ്മൾ എന്ത് പറയാനാണ്. അപ്പോൾ അതിനുശേഷം വരാൻ വേണ്ടി പോകുന്നൊരു സിനിമയാണ് കറുപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കൂടുതൽ പ്രതീക്ഷകളെക്കുറിച്ചോ അല്ലെങ്കിൽ കൂടുതൽ എക്സൈറ്റ്മെൻറ്റോ ഒന്നും തൽക്കാലം കാണിക്കുന്നില്ല. അങ്ങനെ ആരും കാണിക്കണ്ട എന്നേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഫാൻസിനോടാണെങ്കിലും മിണ്ടാതിരിക്കുക, ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പടം ഇറങ്ങാറാവട്ടെ, അവിടെ ഇരുന്നോട്ടെ, പടം ഇറങ്ങട്ടെ. പടത്തിൻ്റെ തലേദിവസം നമുക്ക് ജെന്യൂനായിട്ട് ഓർഗാനിക് ആയിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഒബ്വിയസ്ലി സൂര്യയുടെ പടമാണ്, പ്രതീക്ഷകളുണ്ടാവും, ഇതൊരു ഗംഭീര കംബാക്ക് ആയിരിക്കും എന്ന്. അപ്പോൾ അതുവരെ കാത്തിരിക്കാമെന്നാണ് ഞാനും വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കാര്യമായിട്ട് വലിയ പ്രതീക്ഷകളെ കുറിച്ചിട്ടൊന്നും ഞാൻ ഈ ടീസർ റിയാക്ട് ചെയ്ത സമയത്ത് പറയാതിരുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഈ റെട്രോൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഒരു അഭിപ്രായമുണ്ട് ആളുകൾക്ക്. റെട്രോ അത്ര മോശം സിനിമയൊന്നും അല്ലല്ലോ, അതും കംബാക്ക് തന്നെയാണ്, നെഗറ്റീവ് ഒന്നും പറയണ്ട എന്നൊക്കെ. ആക്ച്വലി കംബാക്ക് എന്ന് പറയുന്ന സമയത്ത് സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കംബാക്ക് കൊണ്ട്? നെഗറ്റീവ് ഒപ്പീനിയൻസ് അല്ല നമുക്ക് വേണ്ടത്. ഈവൺ കുഴപ്പമില്ല മിക്സഡ് ഒപ്പീനിയൻസും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കംബാക്കിന് വേണ്ടത് ഒരു ഗംഭീര സിനിമ, വേജാതി എടുത്തു വെപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സൂര്യ പൊളിച്ചടിക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റണം. അത് ഒരു 70% ആളുകൾക്കെങ്കിലും ഒരേപോലെ പറയാൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെ പറ്റുന്നൊരു സിനിമ സൂര്യയ്ക്ക് കിട്ടിയാലേ, അല്ലെങ്കിൽ അങ്ങനെ കിട്ടണമെന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ ജെന്യുവനായിട്ടുള്ള ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പറയാൻ ഉള്ളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ റെട്രോ ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം സൂര്യയുടെ കംബാക്ക് അല്ല. സൂര്യയുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ അറിയാവുന്ന ആളുകൾ ഒരിക്കലും റെട്രോനെ ഒന്നും സൂര്യയുടെ കംബാക്ക് ആയിട്ട് പറയില്ല. അല്ലെങ്കിൽ അത് ഒരു ഗംഭീര
സംഭവം എന്നുള്ള രീതിയിൽ പറയൂല. സൂര്യയൊക്കെ ഇവിടെ വാരണമായിരാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എച്ചാതി സിനിമയാണ്. വേറെ ലെവല് സിനിമ എന്നുള്ളതിനെക്കാട്ടിലുപരി അതിലൊരു ലൈഫുണ്ട് മാൻ, ലൈഫുണ്ട്. മറ്റേ അച്ഛൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രണ്ടുപേരും മകൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഗംഭീരമായിട്ട് പുള്ളി അഭിനയിച്ച് വെച്ചിട്ടുമുണ്ട്. റേഞ്ച് സിനിമ. വാരണായിരം, ഗജിനി, മാത്രമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അന്തകാലത്തൊക്കെ പുള്ളി ചെയ്തു വെച്ച ഐറ്റംസ് ഉണ്ട് മോനെ. അത് ആ സൂര്യ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ സൂര്യയോട് നമുക്ക് വല്ലാത്തൊരു സ്നേഹവും ആരാധനയും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരിക്കലും ആ ആളുകൾക്ക് സൂര്യയുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ കങ്കുവോ അല്ലെങ്കിൽ റെട്രോ ഒന്നും ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. കാരണം എനിക്ക് സൂര്യയുടെ പൊട്ടൻഷ്യൽ എന്താ, അല്ലെങ്കിൽ അയാളുടെ റേഞ്ച് എവിടെ വർക്ക് എന്നുള്ളത് നല്ലവേ തരും. അതുകൊണ്ട് തന്നെ റെട്രോ കണ്ടപ്പോൾ എനിക്ക് നിരാശയാണ് കിട്ടിയത്. ആരോടും വിരോധമൊന്നും തോന്നുന്നില്ല. ശിവയോടാണെങ്കിലും വിരോധമൊന്നുമില്ല, കാർത്തിക് സുബരാജിനോടാണെങ്കിലും വിരോധമൊന്നുമില്ല. പക്ഷെ കാർത്തിക് സുബരാജിൽ ഞാൻ നമ്മുടെ ഫാൻസ് പിള്ളേരുടെ അടുത്ത് സംസാരിച്ച സമയത്തൊക്കെ അവർ പറഞ്ഞത് പുള്ളി കൈവിടുമെന്ന് വിചാരിച്ചില്ല എന്നാണ്. കാരണം അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നു. സൂര്യനെ വെച്ചിട്ടൊരു കിട്ടിലൻ കംബാക്ക് കൊടുക്കുന്നൊക്കെയാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെ കിട്ടിയില്ല. മിക്സ് അഭിപ്രായം വന്നിട്ട് അങ്ങയുടെ സൈഡിൽ കൂടെ പോയി. അപ്പോൾ നമ്മൾ ഈ റെട്രോനെ കുറിച്ചിട്ട് ഇങ്ങനെ പോരാന്നുള്ള രീതിയിൽ പറയുമ്പോൾ വേറെ ഫാൻസൊക്കെ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, എന്തിനാ നെഗറ്റീവ് പറയണത്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. മക്കളെ, ഹെയ്റ്ററൊന്നുമല്ല. നിങ്ങൾക്ക് എന്ത് പ്രായം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് 30-31 വയസ്സുണ്ട്. നമ്മളൊക്കെ ഒരു കാലം തൊട്ടേ സൂര്യയുടെ ഫാൻ ഷോ നടത്താൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മളൊക്കെ തിരക്കി ചാടി ഓടി ബഹളം വെച്ച് ആഘോഷമായിട്ട് കൊണ്ടാടിക്കൊണ്ടിരുന്ന ഒരു നടനാണത്. മനസ്സിലായ? ആഘോഷമാണ്. അപ്പോൾ പുള്ളിയുടെ സിനിമകളെ കുറിച്ചിട്ട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജെന്യുവനായിട്ട് റിവ്യൂവും പറയണമല്ലോ. അല്ല നമ്മൾ ഫാനാണെന്നൊക്കെ വിചാരിച്ചിട്ട് കങ്കുവിനും മറ്റേനൊന്നും ഗംഭീരം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിൽ വിഷമിച്ചുകൊണ്ട് തന്നെയാണ് കങ്കുവയ്ക്ക് ഞാൻ റിവ്യൂ പറഞ്ഞത്, റെട്രോന് ഞാൻ റിവ്യൂ പറഞ്ഞത്. ഒരിക്കലും നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതല്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഫാൻസ് ഇടയിൽ കൂടെ കയറ്റിക്കൊണ്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ സങ്കടത്തോടുകൂടി തന്നെയാണ് ആ 2 സിനിമയ്ക്ക് ഞാൻ റിവ്യൂ പറഞ്ഞത്. നിരാശയാണെന്നേ. സൂര്യ റിപ്പോർട്ടറിന് ശേഷവും JVM ശേഷവും മര്യാദയ്ക്ക് ഒരു പടം കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നല്ല സിനിമയായിരുന്നു. OTT അല്ലേ, അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് കാര്യമില്ല. തിയേറ്ററിൽ ഒരു ഗംഭീര സാധനം കിട്ടണ്ടേ. അപ്പോൾ അതല്ലേ നമുക്ക് വേണ്ടത്, ആഘോഷിക്കണ്ടേ. പിന്നെ അന്ന് എതിർക്കും വരുന്നവരൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. എനിക്കത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറേ നാളായി തിയേറ്ററിൽ സൂര്യയ്ക്ക് ഒരു ഗംഭീര ഹിറ്റ് കിട്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ടല്ല, ഒരു ഇത് എനിക്കെന്താ വെച്ചാൽ സൂര്യയുടെ ഒരു ഗ്രാഫ് താഴ്ന്നു വരുന്നുണ്ട്. അത് ആസ് എൻ ആക്ടർ പുള്ളി മോശമാവുന്നതുകൊണ്ടല്ല. ഗ്രാഫ് താഴ്ന്നതിൻ്റെ കാര്യം ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ടല്ലോ. ന്യൂട്രൽ ഓഡിയൻസിന് പുള്ളിയുടെ സിനിമ കാണുന്ന സമയത്ത് പണ്ട് അങ്ങനെയല്ല. സൂര്യയുടെ പടം പറഞ്ഞപ്പോൾ ഫസ്റ്റ് സീസൺ തന്നെ ഒരുപാട് ആളുകൾ കാണാനുണ്ടാവും, ന്യൂട്രൽ ഓഡിയൻസ് അടക്കം ഉണ്ടാവും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് മാത്രം ഉള്ളൊരവസ്ഥയ്ക്ക് എത്തുന്നുണ്ടെന്നൊരു സംശയം എനിക്കുണ്ട്. ഗ്രാഫ് ചെറുതായിട്ടും താഴേക്ക് വരുന്നുണ്ട്. ബിക്കോസ് ഫെയിലിയർ ഓഫ് മൂവീസ് ഇൻ തിയേറ്റേഴ്സ്, ഇറ്റ്സ് എ ഫാക്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ 2 പടങ്ങൾ പപ്പടം പൊട്ടണ പോലെ പൊട്ടിയിരിക്കുന്ന സമയത്താണ് അടുത്തൊരു പടം കൊണ്ട് വരുന്നത്, RJ ബാലാജിയുടെ കറുപ്പ്. അപ്പം ഒന്നും പറയുന്നില്ല, നന്നാവട്ടെ. മാസും കോമഡിയും നല്ലൊരു കണ്ടൻറ്റും ഒക്കെ ആയിട്ടൊരു പടമായിരിക്കും അത് എന്നൊക്കെ വിശ്വസിക്കുന്നു. പ്രതീക്ഷയല്ല, വിശ്വസിക്കുന്നു. അങ്ങനെ കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണ്. വരട്ടെ. നമ്മുടെ ലാലേട്ടൻ്റെ തുടരും. അതാ ഞാൻ കമ്പനിയിൽ വെക്കാൻ കാരണം അതാണ്. ലാലേട്ടൻ്റെ പടം, ലാലേട്ടൻ കംബാക്ക് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ തുടരുമാണ്. പൊട്ടി നിന്ന സമയത്ത് ട്രോളും വാങ്ങി പണ്ടാറടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തരുൺ മൂർത്തി സമ്മാനം കൊണ്ട് വരുന്നത്. ലാലേട്ടനും പ്രേക്ഷകർക്കൊക്കെ ആയിട്ടൊരു സമ്മാനമായിട്ട് തരുൺ മൂർത്തി വന്നത് തുടരും. 100-95% ആളുകളും പോസിറ്റീവാണ് ആ സിനിമയ്ക്ക് പറഞ്ഞത്. എന്തോരം ദിവസം ഓടിയ ആ സിനിമ. OTT വന്നിട്ട് പോലും ആ സിനിമ തിയേറ്ററിൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയുടെ റേഞ്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. മാസ്, കോമഡിക്ക് കോമഡി, ഫാമിലിക്ക് ഫാമിലി എല്ലാം ഉണ്ട്. വയസ്സായിട്ട് വീട്ടിലിരുന്ന ആളുകളടക്കം, കുറേ നാൾ തിയേറ്ററിലേക്ക് വരാത്ത ആളുകളടക്കം ഈ സിനിമ വന്നപ്പോൾ കാണാൻ വേണ്ടി പോയി. അതൊക്കെയല്ലേ കംബാക്ക്. നമ്മൾ ലാലേട്ടൻ്റെ ആഗ്രഹിച്ച കംബാക്ക് അതല്ലേ. അപ്പോൾ കംബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കട്ടെ. അപ്പോൾ സൂര്യയുടെയൊന്നും നമ്മൾ ആഗ്രഹിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടതല്ല, ആഗ്രഹിക്കേണ്ടത് അജാതി കംബാക്കാണ്. അപ്പോൾ അതുണ്ടാവണം. അതാവട്ടെ അല്ലേ കറുപ്പ്.
ഏഴാം അറിവൊക്കെ ഇറങ്ങിയ സമയത്ത് മോനെ എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ബോധിധർമ്മനൊക്കെ ഏത് റേഞ്ചായിരുന്നു. ഓക്കെ, സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് മിക്സ് അഭിപ്രായം വന്നു എങ്കിൽ പോലും ഏഴാം അറിവ് ഓവറോൾ നോക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഏറ്റവും ക്രൗഡായിരുന്നു സൂര്യയുടെ പടത്തിന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പുറത്ത് വേലായുധാണെന്ന് തോന്നുന്നു ഓടുന്നുണ്ടായിരുന്നു. അതെ അതെ, ഒരു ഓളമായിരുന്നു. ഇപ്പുറത്ത് വിജയ് പടം, ഇപ്പുറത്ത് സൂര്യപടം. എന്നിട്ട് രണ്ടുപേരുടെ പടത്തിനും നല്ല ആവേശം, നല്ല ക്രൗഡ് ആക്ച്വലി ഉണ്ടായിരുന്നു കാണാൻ സൂര്യ പടത്തിനൊക്കെ. അതിനുശേഷം അഞ്ചാനായിക്കോട്ടെ, അഞ്ചാനൊക്കെ എന്തൊരു ക്രൗഡായിരുന്നു ഫസ്റ്റ് ഡേ ഒക്കെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അഞ്ചാനൊക്കെ കാണാൻ വേണ്ടി പോയത്. കുഡസ് മറ്റേ കൗണ്ടറാ, ഫാൻ ഷോനാണ് പോകുന്നത്, പക്ഷെ എന്നാലും നമ്മൾ അത് കൂടെ തന്നെ കയറി പോകണം. ടിക്കറ്റ് കയ്യിലുണ്ട്. ആ ദിവസമാണ് വേണ്ടത് തിയേറ്ററിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടുന്നത്, ആവേശമൊക്കെ മുത്തിരിങ്ങനെ തള്ളി പിടിച്ചിട്ടൊക്കെ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഏഴാമറൊക്കെ നമ്മൾ രണ്ടാം തവണ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് മുതൽ ഡ്യൂട്ടി പറന്ന് കട്ടിച്ച് സൂര്യ കാണാൻ വേണ്ടി പോകുന്നതാണ്. അത് നമുക്ക് തിരിയും എന്താ മാതിരി റേഞ്ച് അവർക്ക് ഇറുക്കും എന്നുള്ളതൊക്കെ. ഇപ്പം ആ സൂര്യനെ അത്യാവശ്യം നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. സീരിയസ്ലി മാൻ, മിസ് ചെയ്യുന്നുണ്ട്, കാര്യമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ജാതകം എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമുണ്ടോ എന്നാലും ഞാൻ പറയാണ്, പുള്ളിയുടെ ബർത്ത്ഡേ ആണ്, വയസ്സ് മാറി. അപ്പോൾ ഈ വയസ്സ് തൊട്ട് കുറച്ച് അധികം നാൾ വരെ അത്യാവശ്യം നല്ല സമയം ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നല്ല സിനിമകൾ ഇനി തരാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. കാരണം ഗ്രാഫ് താഴാൻ പാടില്ല. വിക്രം അടക്കം ഒരു കംബാക്ക് തന്നു. കുറേ നാൾ മൂഞ്ചിത്തെറ്റി ഇരിക്കുകയായിരുന്നു പാവം. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു വിക്രത്തിന് കിട്ടേണ്ട ഒരു കംബാക്ക്, ഡിസേർവ് ചെയ്യുന്നൊരു കംബാക്ക് പുള്ളിക്ക് കിട്ടി വീരാധീര സൂറയിലൂടെ. അത്യാവശ്യം നന്നായിട്ട് ഓടി. സൂര്യക്ക് കിട്ടണത്, സൂര്യക്ക് മിസ് ചെയ്യണോ അത്, ഗ്രാഫ് താഴെ നിൽക്കണേ, ഫാക്റ്റാണത്. ആദ്യത്തിന് വരെ ഗുഡ് ബാഡ് അഗ്ലി അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു പോകുന്നുണ്ട്. സൂര്യയാണ് തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ കുറച്ചൊന്ന് ഇപ്പോൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്ററിലേക്ക് ആൾ വരുന്നുണ്ട് ഫസ്റ്റ് സീസൺ, പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അഭിപ്രായങ്ങൾ മിക്സ് ആകുമ്പോഴേ, സൂര്യയുടെ കേസിൽ ഇനി മിക്സ് വന്നാലൊന്നും ആളുകൾ കയറി കാണൂല. അത് അങ്ങേരോടുള്ള താല്പര്യക്കുറവ് കൊണ്ടൊന്നല്ല, അത് സിനിമ കണ്ടന്റ് വിഷയമാവുന്നതാണ്. എൻഗേജിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം അത്. അപ്പോൾ സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോൾ, തേർഡ് ഡേ ഒക്കെ ആകുമ്പോൾ ആൾ വേണ്ടേ കാണാൻ. അതിന് ഫസ്റ്റ് ഡേ, ഇന്നത്തെ കാലത്തൊക്കെ ഫസ്റ്റ് ഡേ നല്ല റെസ്പോൺസ് വേണം, എന്നാലും നടക്കുള്ളൂ പരിപാടി. ഇപ്പം ഇത്രേ പറയാനുള്ളൂ. മാറ്റാൻ റേഞ്ചാണ് മോനെ. സൂര്യ കുറെ തെണ്ടിപ്പട്ടി കഴിവറുടെ മക്കള് അയാളുടെ ഹൈറ്റ് വെച്ചൊക്കെ കളിയാക്കും. വേണ്ട, പഴയ സോങ്ങ് കയറി ഫാൻ ഫൈറ്റ് വിട്ട കേസാണ്. എന്തോന്ന് ഹൈറ്റിടാ, വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കഴിവ് മതി. അന്നൊരു ടൈമിൽ വിജയാണല്ലോ വലിയ സൂപ്പർ സ്റ്റാർ അല്ലേ, അംഗീകരിക്കുന്നു. യെസ്, വിജയ്ക്ക് സൂര്യക്കാട്ടിലും ഫാൻ ബേസ് ഉണ്ട്. പുള്ളി അത്രയും ഫാൻ ബേസ് ഉള്ള ആളുടെ കൂടെ സൂര്യ കോമ്പറ്റീഷൻ അടിച്ചു നിന്നിട്ടുണ്ട്. അത് അയാളുടെ മൂവി സെലക്ഷനും അയാളെ കാണാനുള്ള താല്പര്യം കൊണ്ട് ആ റേഞ്ച് അടിച്ചു നിന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മോശം സമയമായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു മാത്രം. സൂര്യ തിരുമ്പി വരും എന്ന് തന്നെയാണ് വിശ്വാസം. അയ്യോ, വിജയനെ ഡിഗ്രി ഒന്നുമല്ല കേട്ടോ, അയാളേനെ മോരോന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. സൂര്യനെ ഹൈറ്റ് വെച്ചിട്ടാണെങ്കിൽ മൂപ്പരേനെ അലോയി ഗിലോയി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം പറഞ്ഞു എന്ന് മാത്രം. കഴിവാണ് മെയിൻ, രണ്ടുപേർക്കുണ്ട്. വിജയ് പിന്നെ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാലും ഫാൻസ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് കയറും. സത്യം പറയണമല്ലോ, നമ്മളാരുടെ ഫാനാണെങ്കിലും ഉള്ള കാര്യം പറയണം. മോശപ്പെടാണെങ്കിൽ പോലും കുറേ ആളുകൾ തിയേറ്ററിൽ കയറി കണ്ട് കളക്ഷൻ ഉണ്ടാവും. കളക്ഷനിൽ കാര്യമില്ല, പക്ഷെ ആൾ കാണും കയറിയിട്ട്. മാർക്കറ്റ് സൂര്യക്കത് ഉണ്ടായിരുന്നു, പക്ഷെ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ അത് കുറഞ്ഞു. ഇനി അത് കയറി വരട്ടെ, അടിപൊളി ആവട്ടെ, സൂര്യ പൊളിക്കട്ടെ. ഇത്ര പറയാനുള്ളൂ. ശരി, വാരണായിരം. ഇനി സിൽനൊരു കാതിലൊന്ന് പോയി കാണണം. അതൊക്കെ ഒന്ന് റിലീസ് ചെയ്തുകൂടെ അയാളിയ? വാരണായിരം റിലീസ് ചെയ്യണം 4K. മറ്റേ സില്ലിനൊരു കാതില് എന്ത് ഫീലായിരിക്കും സില്ലിനൊരു കാതിലൊക്കെ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ. സെറ്റപ്പ് തിയേറ്ററിലൊക്കെ ഇരുന്ന് കാണുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സിനിമകളാണ് വാരണായിരം, സില്ലിനൊരു കാതില്, ലാലേട്ടൻ്റെ ദേവാസുരം, അമ്മൂക്കടത്ത് രൂപം, ബിഗ് ബി, രാജമാണിക്യം. മടുക്കൂല. ശരി എന്നാ.